അങ്ങനെ 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് കാനഡയിലേക്ക് വന്നപ്പോൾ റിയലൈസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളിൽ പാർട്ട് 2. ഞാൻ ഇന്നിങ്ങനെ ലൂക്കയുടെ പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഒരു കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്ന അത്ര ഈസി ടാസ്ക് ഒന്നുമല്ല. അത് ഭയങ്കര പാടാണ്. ഇത് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ നാട്ടിലായിരുന്നപ്പോഴുണ്ടല്ലോ, നമ്മുടെ പാരന്റ്സും ഫാമിലിയും തരുന്ന ഒരു സപ്പോർട്ടിന്റെ വാല്യൂ എന്തോരം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവണം. എന്റെ കാര്യം പറഞ്ഞാൽ എന്റെ ഡെലിവറി ടൈമിൽ എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അതേ സമയത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിരുന്നു എന്റെ ഫാമിലി എന്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. ഒന്ന് കുഞ്ഞിനെ ഓർക്കണമെങ്കിൽ ആളുണ്ടായിരുന്നു, അവന് ഫുഡ് കൊടുക്കണമെങ്കിൽ ആളുണ്ടായിരുന്നു. ഞാൻ ടയേർഡ് ആണെങ്കിൽ ഓക്കെ യു ഗോ ആൻഡ് ടേക്ക് സം റെസ്റ്റ്, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാൻ എൻ്റെ ചുറ്റിനും ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ശരിക്കും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു അതൊക്കെ നോർമലാണ്. ഐ ഫെൽറ്റ് ലൈക്ക് അത് അവരുടെ ഡ്യൂട്ടി ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ, ഇവിടെ കാനഡയിൽ എത്തിയപ്പോൾ ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇവിടെ ഓരോ കാര്യവും നമ്മൾ തന്നെ ചെയ്യണം, എല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അതുകൊണ്ട് ഇന്ന് എനിക്കൊരു കാര്യം പറയുന്നത്, ഫാമിലി സപ്പോർട്ട് ഇറ്റ്സ് നോട്ട് ലക്ഷറി, ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടിയവർ അതിൻ്റെ വാല്യൂ ഒരിക്കലും മറക്കരുത്. കാരണം ചില ബ്ലെസ്സിങ്സിൻ്റെ വില അത് അതിൽ നിന്ന് കുറച്ച് ദൂരെ വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ഇത് റിയലൈസ് ചെയ്യുന്നുണ്ട്.